നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വ്യക്തിപൂജ ഞങ്ങൾക്കില്ല എന്ന് പറയുന്ന ഈ CPMന്റെ തനിക്കൊണമാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. അതായത് മുഖ്യമന്ത്രിയെ തള്ളിമറിച്ചുകൊണ്ട് വീണ്ടും ഒരു പാട്ട് വരികയാണ്. മുഖ്യമന്ത്രിയെ പടനായകനെന്ന് പുകഴ്ത്തുന്നതാണ് അടുത്ത പാട്ട്. തീയിൽ കുരുത്ത സൂര്യനും കഴുകനും അതിന്റെ തലവേദന തന്നെ തീർന്നിട്ടില്ല. അതിന്റെ പൊല്ലാപ്പ് എന്തൊക്കെയായിരുന്നു. അതിനും മുൻപൊരെണ്ണം ഉണ്ടായിരുന്നല്ലോ, തിരുവാതിര കുമ്മിയടി. ഇന്നീ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടാൻ കാരണഭൂതൻ പിണറായി എന്നുള്ള പാട്ട്. അങ്ങനെ കാരണഭൂതൻ പാട്ടിനും അതിനുശേഷം സൂര്യൻ പാട്ടിനും കഴിഞ്ഞ് പുതിയതായി പുറത്തിറക്കുന്നതാണ് പടനായകൻ പാട്ട്. ഇവർക്ക് സത്യത്തിൽ തലയ്ക്ക് വെളിവില്ലാതായിരിക്കുകയാണോ? ഈ പിണറായി വിജയനെ എന്തോ ദൈവത്തെ പോലെയാണ് ഇവർ വെച്ച് ആരാധിക്കാനും തുടങ്ങിയിട്ടുണ്ട്. ഇനി വല്ല അമ്പലം പണിയുമോ എന്നും അറിഞ്ഞുകൂടാ. നെയ്യാറ്റിൻകരയിലെ സമാധിയേക്കാൾ കഷ്ടമാണ് ഇതെന്ന് പറയാതിരിക്കാൻ വേറെ നിവൃത്തിയില്ല. സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ഇടത് സംഘടനയുടെ സുവർണ ജൂബിലി മന്ദിരം ഉദ്ഘാടനത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയതാണ് പാട്ട്. മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിക്കൊണ്ട് 100 സ്ത്രീകൾ ചേർന്ന് ഈ ഗാനം അടുത്ത ദിവസം ആലപിക്കും. അങ്ങനെ അടുത്ത ഒരു വിജയൻ കുമ്മിയടിക്കു കൂടി കളമൊരുങ്ങുകയാണ്. ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലെ ജീവനക്കാരൻ പൂവത്തൂർ ചിത്രസേനൻ രചിച്ച ഗാനത്തിന് നിയമവകുപ്പിലെ അസിസ്റ്റന്റ് സെക്രട്ടറി വിമലാണ് സംഗീതം നൽകിയിരിക്കുന്നത്. കാരണഭൂതൻ എന്ന വിവാദ തിരുവാതിരയ്ക്ക് ശേഷമാണ് വീണ്ടും മുഖ്യമന്ത്രിയെ പുകഴ്ത്തിയുള്ള ഗാനം എത്തുന്നത്. എന്നാൽ ഇതിനെ ഒന്ന് തടയാൻ പോലും പിണറായി വിജയൻ തയ്യാറായിട്ടില്ല. ഇത്തരത്തിലുള്ള വ്യക്തിപൂജകൾ, അതും എൻ്റെ പേരിൽ വേണ്ട എന്ന് പറയാൻ എന്തുകൊണ്ടാണ് പിണറായിക്ക് നാവ് പൊങ്ങാത്തത്? അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുകയാണല്ലോ, തദ്ദേശ തെരഞ്ഞെടുപ്പും തുടങ്ങുന്നു. അപ്പോൾ പിന്നെ ഇരിക്കട്ടെ ഒരു പാട്ടെന്ന് മുഖ്യമന്ത്രിയും അങ്ങ് കരുതി കാണും. സംഘടനയിൽ വലിയ ചേരിപ്പോര് ഇപ്പോൾ നടക്കുകയാണ് ഈ വിഷയത്തിൽ. പി ഹണിയുടെ നേതൃത്വത്തിലുള്ള നിലവിലെ ഭരണസമിതിക്കാണ് മുഖ്യമന്ത്രിയുടെ പൂർണ്ണ പിന്തുണയുള്ളത്. ഈ പിന്തുണ ഉറപ്പിക്കാനാണ് സംഘടനാ നേതൃത്വം ഗാനം തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രിയെ ഒന്ന് കോൾമയിർ കൊള്ളിക്കാനുള്ള നീക്കമാണ് ഈ നേതൃത്വം നടത്തുന്നതെന്ന്. കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി വിലക്ക് ലംഘിച്ച് സെക്രട്ടേറിയറ്റ് പരിസരത്ത് മുഖ്യമന്ത്രിയുടെ പടുകൂറ്റൻ ഫ്ലെക്സ് സ്ഥാപിച്ചതും അതേപോലെ തന്നെ എടുത്തു മാറ്റേണ്ടിയും വന്നു. അതായത് കട്ടൌട്ട് വിവാദമായതോടെ സംഘടനാ നേതൃത്വം തന്നെയാണ് ഇത് നീക്കാൻ തയ്യാറായത്. ഒടുവിൽ നഗരസഭാ ജീവനക്കാരെത്തി ഫ്ലെക്സ് വലിച്ചു കീറുകയായിരുന്നു. അതും മുഖ്യമന്ത്രിയുടെ തല, മുഖ്യമന്ത്രിയുടെ ഫുൾ ഫിഗർ നെടുകെ കീറി. ഇതിൽ എടുത്തു പറയേണ്ട ഒരു വസ്തുത, അതായത് CPMന്റെ പാർട്ടി സമ്മേളനം നടക്കുമ്പോൾ തന്നെയാണ് പിണറായി വിജയനെ പൊക്കിയടിച്ചുകൊണ്ടുള്ള വ്യക്തിപൂജ വിവാദം ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ ഫീനിക്സ് പക്ഷിയായും പടയുടെ നടുവിൽ പടനായകനായും വിശേഷിപ്പിച്ച് വാഴ്ത്തുപാട്ട് തിരികൊളുത്തിയിരിക്കുന്നത്. എന്നാൽ പിണറായിക്ക് CPMൽ വ്യക്തമായ മേധാവിത്വമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പാട്ട് നടപടികളിലേക്ക് കടക്കാനും പോകുന്നില്ല. സമരധീര സാരഥി പിണറായി വിജയൻ പടയുടെ നടുവിൽ പടനായകൻ എന്ന വരികളോടെയാണ് പാട്ട് തുടങ്ങുന്നത്. ക്യാപ്റ്റൻ ആണല്ലോ, അതുകൊണ്ട് പടനായകൻ എന്നങ്ങ് ചേർത്തു. ഫീനിക്സ് പക്ഷിയായി മാറുവാൻ ശക്തമായ ത്യാഗപൂർണ്ണ ജീവിതം വരിച്ചയാളാണ് പിണറായി എന്നൊക്കെയാണ് പാട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ആ പാട്ടിലെ ചില വരികൾ ഇങ്ങനെയാണ്, അതൊന്ന് കേട്ടു നോക്കുക. പാടവും പറമ്പും കേരളവും ഒക്കെയും പടക്കളം, ജന്മിവാഴ്ചയെ തകർത്ത് തൊഴിലിടങ്ങളാക്കിയോൻ, പണിയെടുത്ത ഭക്ഷണത്തിനായി പൊരുതും അച്ഛനെ തഴുകിയ കരങ്ങളിൽ ഭരണചക്രമായിത, കൊറോണ നിപ്പയൊക്കവേ തകർത്തെറിഞ്ഞ നാടിതേ, കാലവർഷക്കെടുതിയും ഉരുൾപൊട്ടലൊക്കവേ ദുരിതപൂർണ ജീവിതം ഇരുളിലായ കാലവും, കൈവിളക്കുമായി ജ്വലിച്ച് കാവലായി നിന്നയാൾ, ജീവനുള്ള നാൾ വരെ സുരക്ഷിതത്വമേകിടാൻ, പദ്ധതികളൊക്കെയും ജനതതിക്ക് നൽകിയോൻ എന്നിങ്ങനെ പോകുകയാണ് വരികൾ. എന്തെല്ലാം കള്ളത്തരങ്ങളാണ് പടച്ചു വിട്ടിരിക്കുന്നത് നോക്കണേ. ഈ വരികൾ അടുത്ത ദിവസം മുതൽ ഈ പാട്ട്, അതായത് ഈ 100 വനിതകൾ ചേർന്ന് ആലപിക്കുന്ന ഈ പാട്ടുണ്ടല്ലോ, ട്രോളന്മാരുടെ കയ്യിൽ കിട്ടാൻ ഇങ്ങനെ അവര് വെമ്പൽ കൊള്ളുകയാണ്. പിണറായി വിജയൻ അടുത്ത ദിവസം എയറിലാണ്. 3 വർഷം മുൻപാണ് CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പാറശാലയിൽ പിണറായി സ്തുതിയുമായി മെഗാ തിരുവാതിര അവതരിപ്പിച്ചത് വിവാദമായത്.
കണ്ണൂരിൽ പി ജയരാജനെ വ്യക്തിപൂജ ആരോപണത്തിൽ ശാസിച്ച ചരിത്രവും സമീപകാല പാർട്ടിക്കുണ്ട്. അതായത് ഈ പിണറായി വിജയൻ തന്നെയാണ് വ്യക്തിപൂജയ്ക്കെതിരെ തിരിഞ്ഞത്. മുൻപ് VSന് നേരെ വലിയ രീതിയിൽ ഫാൻസ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്തും അങ്ങനെ വ്യക്തിപൂജ നടത്തേണ്ട ആവശ്യമില്ല എന്ന് കടുംപിടുത്തം പിടിച്ച ആളാണ് ഈ പിണറായി വിജയൻ. എന്നിട്ടാണ് ഇപ്പോൾ പിണറായി വിജയന് വ്യക്തിപൂജയുമായി ഒരു കൂട്ടർ ഇറങ്ങിയപ്പോൾ പിണറായി വിജയൻ കണ്ട ഭാവം നടിക്കാതിരിക്കുന്നത്.